2050 ആകുമ്പോഴത്തേക്കേ ഒരാൾക്ക് ആവശ്യമുള്ള 3500 കലോറി ആവശ്യമുള്ളത് ഒരു ക്യാപ്സ്യൂള് കഴിച്ചാൽ മതി. അന്നത്തെ ഭക്ഷണമായി. ഇനി ഭക്ഷണം ഉണ്ടാവില്ല എന്നാണ് വിഷൻ പറയുന്നത്. അങ്ങനെ ഒരു ലൈഫ് എന്ത് ലൈഫാ? നല്ല കുപ്പായ ഇടുക, നല്ല തിന്നാൻ അതല്ലേ ലൈഫ്. ഐ ഡോണ്ട് നോ, ആൻഡ് ട്രാവൽ, സീ ദ വേൾഡ്, എൻജോയ്. ദാറ്റ് ഈസ് വൈ യു ആർ ലിവിംഗ് ഫോർ സോ മെനി ഇയേഴ്സ്. ഇഫ് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ, വാട്ട് ഈസ്? ലൈഫ് ബിഹൈൻഡ് ദി മൈക്ക് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ രേണു. എൻ്റെ കൂടെ എന്നുള്ളത് ഒരു ക്വീനാണ്. ക്വീൻ ഓഫ് മാപ്പിള കുസീൻ എന്നാണ് സ്നേഹത്തോടെ ആബിദയെ എല്ലാവരും വിളിക്കുന്നത്. ആബിദ റഷീദാണ് എൻ്റെ കൂടെ ഉള്ളത്. വെൽക്കം ടു മൈ പോഡ്കാസ്റ്റ്. താങ്ക് യു. ഈ മലബാർ, കാലിക്കറ്റ് നിന്ന് അവിടെ പറയുമ്പോൾ, മലപ്പുറമൊക്കെ പറയുമ്പോൾ ഈ വീടിന് മുന്നിലൂടെയൊക്കെ രാവിലെ പോകുന്ന സമയത്ത് നല്ല ബീഫ് കറിയുടെ മണമാണ്. അപ്പം എനിക്കെപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിന്ന് ഭക്ഷണം കഴിച്ചതിൽ നിന്ന് ഏറ്റവും രുചിയുള്ള വിഭവങ്ങൾ വരണത് മലബാർ ഭാഗത്തു നിന്നാണ്. ഞങ്ങൾ തിരുവിതാംകൂറുകാർക്കും മധ്യ തിരുവിതാംകൂറുകാർക്കും ഒന്നും അങ്ങോട്ട് എത്താൻ പറ്റാത്ത എന്തോ മാജിക് ആ കിച്ചണിലുണ്ട്. എന്ത് മാജിക്കാണ് അവിടെ, ആ അടുക്കളയിൽ എന്ത് മജീഷ്യൻസാണ് അവിടെ ഉള്ളത്. ആ പ്രദേശത്ത് തിന്നാനായിട്ട് ജീവിക്കുന്നവരാ, അല്ലാണ്ട് തിരുവനന്തപുരത്തുമായിട്ട് ജീവിക്കാൻ വേണ്ടി കഴിക്കുന്നവരല്ല. അതാണ് അവിടുത്തെ മാജിക്ക്. മോസ്റ്റ്ലി മലബാറിലെ മിക്ക ഭാഗത്തും ഒരു കമ്മ്യൂണിറ്റി വൈസും കുറച്ച് ഫുഡിൽ ഇൻ്റർഫിയറൻസ് ഉണ്ട്. ലൈക്ക് ഇപ്പം ഞങ്ങളുടെയൊക്കെ വീടുകളിൽ മക്കളെ കെട്ടിച്ച് വിടില്ല. പെൺമക്കളെ വീട്ടിൽ തന്നെ കല്യാണം കഴിക്കുന്ന ആൾ ഇങ്ങോട്ടാ വരിക. അവർക്ക് അറയെല്ലാം കൊടുത്ത് അവരെ പെണ്ണിൻ്റെ വീട്ടിലാണ് സ്വീകരിക്കുക. അപ്പോൾ അയാൾ എന്നും ഒരു പുതിയാപ്പിളയാണ്, എന്നും അയാൾ മരിച്ചാലും പുതിയാപ്പിള തന്നെയാണ്. അപ്പോൾ ആ പുതിയാപ്പിളക്ക് എപ്പോൾ ഒരു സ്പെഷ്യൽ കൺസിഡറേഷനാണ്. അപ്പോൾ അയാൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഉണ്ടാവുമല്ലോ, ലഞ്ചിനും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര എലാബറേറ്റ് ആയിട്ട് അയാൾ ട്രീറ്റ് ചെയ്യാന്നേ ഉള്ളൂ. ബിക്കോസ് ഈസ് ഓൾവേസ് എ ഫോറിനർ ടു ദ ഹൗസ് അല്ലേ. അപ്പോൾ അത് കാരണമാണ് ഇത്രയും അത് ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ ഇത്ര കോൺഷ്യസ് ആയിട്ട് വീടുകളിലൊക്കെ ഹെവി ആയിട്ടുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്. പുതിയാപ്പിള ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ സുഹൃത്തുക്കൾ പലരും അങ്ങനെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവർക്കുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഭയങ്കര സ്പെഷ്യലാണ്. മകളെക്കാളും കാര്യമായിട്ടാണ് പുതിയാപ്പിളയെ കാണണേന്ന് പറയാറുണ്ട്. മലബാർ ഭാഗത്ത് അങ്ങനെയാണോ? അങ്ങനെയാ ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഖബർസ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ ഇത് നമ്മളെ പുതിയാപ്പിളൻ്റെ ഖബറാന്നാ പറയാ. അത്രയും ആ ഒരു വാക്ക് ഏത് 100 വയസ്സായാലും അങ്ങനെയാണ് അതിൻ്റെ ആ ഒബീഡിയൻസ് ഉള്ളത്. അപ്പോൾ ദാറ്റ് ഇസ് ബീൻ ഷോൺ ഓൺ ദ ടേബിൾസ് ഓൾസോ ഓഫ് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ആ ട്രീറ്റ് ശരിക്കും കാണാം. അങ്ങനെയാണ് ഇത് ആക്ച്വലി ക്യുസീൻ ഇത്രയും ഡെവലപ്പായത്. ലൈക്ക് എവറി ഡേ സംതിങ് ഡിഫറെൻറ്റ് വേണമല്ലോ. പിന്നെ സെക്കൻഡ് തിങ്, ഇത് പുതിയാപ്പിള കെയിം ഫ്രം ഹിസ് മദർ അല്ലേ. അപ്പോൾ അവരെ വീട്ടിലുള്ള കുറച്ച് ക്യുസീന് ഉണ്ടാവും. അപ്പം മരുമകൾക്ക് ചിലപ്പം അവിടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഹസ്ബൻഡിന് ഏത് ഇഷ്ടമുള്ള ഭക്ഷണം അവരെ ഉമ്മ പറയുമല്ലോ, അത് അവരുടെ അടുത്തത് പഠിച്ചിട്ട് ഇപ്പുറത്തെ വീട്ടിൽ വന്നാൽ അതും ഉണ്ടാക്കും. അങ്ങനെയാണ് ഇതിനൊരു സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്ന കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്യാവശ്യമുള്ളൊരു സംഭവമാണ്. ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുക, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നമ്മൾ ജീവിക്കുമ്പോൾ അതും ഇതും എല്ലാം നേടാനുള്ള ഓട്ടത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു കാര്യമാണെന്നുള്ളത്. നല്ല ഭക്ഷണം, നല്ല രുചി, നല്ല ദഹനം, ഇതൊക്കെ ശരിക്കും ഒരാളുടെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ടോട്ടലി ഇമ്പോർട്ടൻ്റ് അല്ലേ. നല്ല മൂഡ് വരണമെങ്കിൽ, ഇപ്പോൾ പഠിക്കണമെങ്കിലും പണിയെടുക്കണമെങ്കിലും ഒക്കെ വിശന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വയറ് വിശക്കുന്ന സമയത്ത് അതിനെ കറക്റ്റായിട്ട് റീഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് പ്രവർത്തിക്കില്ല. ബുദ്ധിയും വർക്ക് ചെയ്യില്ല, വയറും വർക്ക് ചെയ്യില്ല. മനുഷ്യന് അടിസ്ഥാനം ഇല്ലല്ലോ ഭക്ഷണം ഇല്ലെങ്കിൽ. അത് മാത്രമല്ല, ഒരു ഇഷ്ടമില്ലാത്ത ഉപ്പും പുളിയൊന്നും ഇല്ല. ആർക്കാനും വേണ്ടി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മൂഡും അങ്ങനെ ആയിരിക്കും. നല്ല മൂഡ് വരണമെങ്കിൽ നല്ല ഭക്ഷണം തന്നെ വേണം, അതിൽ യാതൊരു സംശയവും. എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു കുക്ക് എന്നതിനേക്കാളും ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ഒരു കിക്ക് ആ ഫുഡ് കഴിക്കുമ്പോൾ കിട്ടാറുണ്ട്, എനിക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ. പക്ഷേ എപ്പോഴും ഈ ഉണ്ടാക്കി കൊടുക്കുന്ന ആളുടെ ഒരു കിക്കുണ്ടല്ലോ, ഞാൻ ആലോചിക്കാറുണ്ട്, എനിക്കത് കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ ആബിദയുടെ ഒരുപാട് വീഡിയോസ് കണ്ടതിൽ നിന്ന് എനിക്കറിയാം, ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്, വിളമ്പി കൊടുക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ആ കൊടുക്കുന്നയാൾക്ക് കിട്ടുന്നൊരു കിക്ക് എന്താ? അത് അപ്പപ്പോൾ കിട്ടും. ഈ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമ്മളെ വിളമ്പി കൊടുത്തിട്ട് നമ്മൾ അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക അവരെന്താ പറയാ. ആ ഒരു പറയുന്ന സന്തോഷ വാക്കുകളുണ്ടല്ലോ, അതാണ് ഒരാൾക്കുള്ള പ്രോത്സാഹനവും അതേ സമയത്ത് ആ സ്നേഹപ്രകടനവും
അത് ജീവിതത്തിൽ വലിയൊരു കാര്യമാണ്. അത് ഞാൻ പറയാം എല്ലാ വീടുകളിലും ഇനിയും ഇങ്ങനത്തെ ഇങ്ങനെ ഇതിനോട് ഇഷ്ടമുള്ള ആൾക്കാരെ നമ്മൾ ഉണ്ടാക്കണമെങ്കിലേ അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്രീഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നന്മകൾ വരുമ്പം അവർക്കും തോന്നും നല്ലത് ഉണ്ടാക്കി തരാനും കഴിപ്പിക്കുന്നവരെ കഴിപ്പിക്കുക. ആക്ച്വലി ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് വൈഫ് അതിനൊക്കെ ഒരു സ്പെഷ്യാലിറ്റി വേണമെങ്കിൽ അടുക്കള ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇപ്പോഴത്തെ ഈ ഡൈവേഴ്സും പ്രശ്നങ്ങളും അതൊക്കെ കുറേ കുറഞ്ഞു കിട്ടും. നമ്മൾ ആ ആ സ്നേഹം പല വിധത്തിലും കാണിക്കാം അല്ലേ. അപ്പോൾ ഇത് ഒരു സോർട്ട് ഓഫ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി, നിങ്ങളെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി, ഭർത്താവിന് വേണ്ടി ഉണ്ടാക്കി, അവർക്ക് ഇഷ്ടമുള്ളതാണ്, എന്നെ കരുതുന്നുണ്ട്, എന്നെ അത് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു വാക്കായിട്ട് ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണ്. അല്ല വേറെ ഒന്നിനും ഈ സ്നേഹം ഈ ഭക്ഷണം കൊടുക്കുന്ന അത്ര സ്നേഹം വേറെ എവിടെയും കൊണ്ടുവരാൻ പറ്റില്ല. അടുക്കള എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ സ്ത്രീകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. എത്ര പുരുഷന്മാരും മിടുക്കന്മാരായ ഷെഫുകളുണ്ട് എന്നൊക്കെ പറഞ്ഞാലും സ്ത്രീകളും അടുക്കള. ഇപ്പം എൻ്റെ അടുക്കള ഓർമ്മ എന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു പുളിശ്ശേരി ഉണ്ട്. ഞാൻ ഒരുപാട് പുളിശ്ശേരി ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഈ ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ട്, ഒരുപാട് ഊണുകൾ. പക്ഷെ ഇന്നേ വരെ എനിക്ക് ആ അമ്മ ഉണ്ടാക്കുന്ന പുളിശ്ശേരി, ആ കിച്ചൺ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ അമ്മ പുളിശ്ശേരി, അതുപോലെ അമ്മയുടെ ഒരു സ്പെഷ്യൽ ബീഫ് ഫ്രൈ ഒക്കെയാണ്. അപ്പോൾ ഈ അടുക്കളയിൽ സ്ത്രീകളും അടുക്കളയും അടുക്കള പാത്രങ്ങളും ഒക്കെ അടുക്കള എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് അടുക്കളയും സ്ത്രീകളും പുരുഷന്മാരെ നമുക്ക് അസോസിയേറ്റ് ചെയ്യാനേ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം. സ്ത്രീകൾക്കാണ് കൈപുണ്യം കൂടുതൽ, അല്ലെങ്കിൽ സ്ത്രീകളുടെ മാത്രം ഇടമാണ് അടുക്കള എന്ന് ആബിദയ്ക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? ഇല്ല, അങ്ങനെ പറയുന്നത് ശരിയില്ല. ആ. നമ്മളുടെ കമ്മ്യൂണിറ്റി അങ്ങനെ നമ്മളിപ്പോൾ കുറച്ച് പിന്നോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഇറ്റ് യൂസ് ടു ബി ലൈക്ക് ദാറ്റ് അല്ലേ. പുരുഷന്മാരങ്ങനെ അടുക്കളയിൽ വരുന്നില്ല. അതപ്പോൾ ഒരു ബ്രോട്ടപ്പ് ശീലങ്ങളാണ് അതൊക്കെ. അത് മോൻ വരണ്ട, ഞാൻ കൊണ്ടുതരാം, എത്ര സുഖമില്ലാത്ത അമ്മയാണെങ്കിലും അവിടെ ഇരിക്കും, ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം, നീ പോയി എടുക്കണ്ട. അതെന്തോ ഒരു അവർ പോകാൻ പാടില്ലാത്തൊരു സ്ഥലം പോലെ ആക്കി വെച്ചത്. ഒരു കാലഘട്ടം അങ്ങനെ ആയിരുന്നു. ഐ ഡോണ്ട് തിങ്ക് അത് ഇപ്പോഴും നമ്മൾക്ക് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൻ്റെ ആവശ്യമില്ല. എല്ലാവർക്കും ഇപ്പം ഒരാൾ തന്നെ ഉണ്ടാക്കണം നിർബന്ധമില്ലല്ലോ. വൈ നോട്ട്, അവർക്കും ഉണ്ടാക്കാമല്ലോ. ലൈക്ക് ഇപ്പം എല്ലാ സ്ത്രീകൾ ഓഫീസിൽ പോകുന്നുണ്ട്, എല്ലാ വർക്കും എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പം അത് ഈ അമ്മമാർ എവിടുന്നോ കിട്ടിയൊരു അത് അവരുടെ ബുദ്ധിയിൽ അങ്ങോട്ട് സ്റ്റാമ്പ് ചെയ്തു പോയി, ആൺകുട്ടികൾ കിച്ചണിൽ വേണ്ട എന്നുള്ളത്. അത് മാറി വരുന്നുണ്ട് പുതിയ ജനറേഷനിൽ. അവർക്ക് നല്ല ശ്രദ്ധയാണ്. സ്ത്രീകൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. അവർ ശരിക്കും ഉണ്ടാക്കുകയാണെങ്കിൽ അവരതിനകത്ത് അവരുടെ ആ ഫുൾ അതിലിടും. ലൈക്ക് ദേ വോണ്ട് ടു ഡു ഇറ്റ് എന്നുള്ളതിൽ അവർ ചെയ്യുക. എന്നും ചെയ്യാത്ത ആൾക്കാർ എപ്പോഴെങ്കിലും ചെയ്യുമ്പോൾ ദേ പുട്ട് എ ലോട്ട് ഓഫ് എഫേർട്ട് ഇൻ ടു ഇറ്റ്. ദാറ്റ് ഈസ് സംതിങ് അഡ്മയറബിൾ. അത് എനിക്ക് തോന്നുന്നത് ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയും മ്യൂച്വൽ റെസ്പെക്റ്റ്. നേരത്തെ നമ്മൾ ഡിവോഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഒരു കുടുംബ ബന്ധത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ മ്യൂച്വൽ റെസ്പെക്റ്റ് എന്നുള്ളത്. അത് കിച്ചണിൽ നിന്ന് തുടങ്ങണമെന്ന് പറയുമ്പോൾ മുഖം ചുളിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ, എല്ലാവരും ഇല്ല. മുഖം ചുളിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. കിച്ചണിൽ ഇതില്ല, അത് പെണ്ണുങ്ങളുടെ എന്ന് പറഞ്ഞ് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ. പക്ഷേ ഈ മ്യൂച്വൽ റെസ്പെക്റ്റ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത്, കാരണം ഭക്ഷണം ബേസിക് നീഡാ, ഒരു കിച്ചണിൽ നിന്നാന്നുള്ളത് തോന്നാറില്ലേ ആ തുല്യത തുടങ്ങേണ്ടത്? നമ്മളുടെ വീടുകളിലെ അമ്മമാർ രണ്ട് കുട്ടികളെ ഒരേമാതിരി പഠിപ്പിച്ച് കൊടുക്കണം. കിച്ചൺ ഒരു ആവശ്യമാണ്. നമ്മളിപ്പോൾ എല്ലാവരോടും പോയി പഠിക്കുന്ന കുട്ടികളോട് പറയുന്നത്. ലൈക്ക് സ്കൂളിൽ അത്രയും പഠിച്ചിട്ട് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ വീട്ടിൽ പഠിക്കേണ്ട കാര്യങ്ങൾ വീട്ടിൽ പഠിപ്പിക്കണം. അത് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊരു കാലഘട്ടവും ഇങ്ങനത്തെ ഒരു ഹെൽത്ത് ഇഷ്യൂസും പ്രോബ്ലംസും ഒക്കെ വന്നത്. അത് ഇപ്പം അവൾ ജോലിയുള്ള കുട്ടിയാണ്, അവൾ ലോന് പഠിക്കുക, മെഡിസിന് പഠിക്കുക, അവൾക്ക് സമയമില്ല. I don't think a person can keep on studying for 16 hours. Like 8 hours you'll be sleeping. ഓഫ് കോഴ്സ്. ബാക്കിയുള്ള സമയത്ത് മുഴുവൻ ഇത് പഠിക്കുക. ഏയ് ഈ പഠിച്ചോട്ടെ, പഠിക്കുന്നതിനും ഒരു കുറേ ഗ്യാപ്പൊക്കെ ഉണ്ടാവില്ലേ. ആ സമയത്ത് ടി വി കാണുക അല്ലേ. ഈ ടി വി കാണുന്ന മാതിരി തന്നെയല്ലേ ഈ കിച്ചൺ നോക്കുന്നതും. അടുക്കളയിൽ പോയി എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാൽ തന്ന ദാറ്റ് ഈസ് ഓൾസോ സംതിങ് വിച്ച് ഗിവ്സ് യു ഒരു ചേഞ്ച്. തൽക്കാലം നമ്മൾ അത്രയും സ്ട്രെയിൻ ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമുക്കതൊരു എൻ്റർടൈൻമെൻ്റ് അല്ലേ ആവണം. അത് ആലോചിക്കാഞ്ഞിട്ടാണ് അത് വരാത്തത്. ഒന്ന് ഒബ്സേർവ് ചെയ്യുക, നമ്മൾ ഇടുന്ന ഓരോ സാധനത്തിൻ്റെ ഓരോ മണം, എന്താണ് അതിൻ്റെ പ്രോസസ്സ് നമ്മൾ ശ്രദ്ധിക്കാണ്ട് വരുമ്പോഴാണ് നമ്മളെ കറി കേടുവരിക.
അതെ, എല്ലാം ഇട്ടാലും ഒരു കറി ആവുന്നല്ലേ അല്ല അതെന്തിനാ ഇപ്പൊ ഇത്ര ശ്രദ്ധിക്കുന്നത്? ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കോഴിയും എല്ലാം കൂടി ഇട്ടിട്ട ഒരു അടി അടിച്ചാൽ കറി ആവില്ല എന്ന് ഞാൻ പറയുന്നില്ല. ആ വാട്ട് മാറ്റേഴ്സ് ഇസ് ടേസ്റ്റ്. യാ നമ്മളുടെ ആ സെൻസ് ഓർഗൻസ് വർക്ക് ചെയ്യണം അല്ലേ? വാസനയിൽ എടുക്കണം, കൈ പൊള്ളാൻ പാടില്ല. അങ്ങനെ എല്ലാ സെൻസ് ഓർഗാൻസും വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് അത് ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ട് വരും. ഇപ്പം നമുക്ക് മണമൊന്നും ഇല്ല, മൂക്കെല്ലാം അടച്ച് തലവേദനയെന്ന് ആർക്കാനും വേണ്ടി ചെയ്യുക, ഇറ്റ് വിൽ നോട്ട് ടേൺ ഔട്ട് വെൽ. അതതിൻ്റെ ഒരു ശാസ്ത്രം. ഇപ്പം ഡാൻസ് കളിക്കുമ്പോൾ നിങ്ങൾ കലാകാരൻ എന്ന് പറയുന്നില്ലേ, ഒരു ഡാൻസ് കളിക്കുന്ന ആൾക്ക് എങ്ങനെ അയാൾ എന്താ പറയുക, നല്ല മൂഡിലൊക്കെ അല്ലേ ആ ഡാൻസ് കളിക്കാൻ പറ്റുള്ളൂ അല്ലേ? അതേമാതിരി തന്നെ കുക്കിംഗ് ഒരു ആർട്ടാണ്. അത് ഒരു ഒരു ആർക്കാനും വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇറ്റ് ഹാസ് ടു ബി ടേക്കൺ ആസ് ആൻ ആർട്ട്. ആൻഡ് ദാറ്റ് ഈസ് എ ലോഡ് ഓഫ് ലൈഫിൽ. എന്തിനാ നമ്മൾ ഇത്ര പൈസ ഉണ്ടാക്കുന്നത്? നല്ല ഭക്ഷണം കഴിക്കണം, നല്ല സ്ഥലത്ത് നല്ല ജീവിതം വേണം. ഇതൊരു പാർട്ട് ഓഫ് യുവർ ഡെയിലി റൂട്ടീൻ, റൈറ്റ്? അപ്പോൾ അതിന് എന്തുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല? ആൻഡ് യുവർ ഹെൽത്ത് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് യു ആർ ഈറ്റിംഗ്, അതിനും ഇമ്പോർട്ടൻസ് ഇല്ല. എന്തെങ്കിലും ഇങ്ങനെ വാരി വിഴുങ്ങി രാവിലെ പോകുന്ന തിരക്കിൽ swallow ചെയ്ത് അൺഹെൽത്തി അല്ലേ അതൊക്കെ? ഓൺലി യു ടോക്കിംഗ് അബൌട്ട് പിന്നെ പച്ചക്കറിക്ക് വിഷമൊന്നും. അത് മാത്രമല്ല, ഈ കഴിക്കണ വെച്ച് ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് അല്ലാണ്ട് കഴിക്കുന്നതൊക്കെ വിഷം തന്നെയാണ്. വെറും പച്ചക്കറീൻ്റെ വിഷം ആൾക്കാർ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഫുഡ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് എന്നാണ് ഞാൻ പറഞ്ഞ്. ഇനി വരുന്ന ജനറേഷൻസിൽ എനിത്തിങ്, ഇപ്പം ഞാനൊരു ഒരാൾ പറഞ്ഞു കേട്ടു 2050 ആകുമ്പോഴത്തേക്കേ ഒരു ക്യാപ്സ്യൂള് കഴിച്ചാൽ മതി, അന്നത്തെ ഭക്ഷണമായി. ഒരാൾക്ക് ആവശ്യമുള്ള 3500 കലോറി ആവശ്യമുള്ളത് ഒറ്റ ടാബ്ലറ്റ് ആയിട്ട് അത് കഴിച്ചാൽ മതി എന്ന്. ഇനി ഭക്ഷണം ഉണ്ടാവില്ല എന്നാണ് വിഷൻ പറയുന്നത്. അങ്ങനെ ഒരു ലൈഫ് എന്ത് ലൈഫാ? നല്ല കുപ്പായ ഇടുക, നല്ല തിന്നുക, അതല്ലേ ലൈഫ്? അതെ ഐ ഡോണ്ട് നോ. ആൻഡ് ട്രാവൽ, സീ ദ വേൾഡ്, യാ എൻജോയ്. ദാറ്റ് ഇസ് വൈ യു ആർ ലിവിങ് ഫോർ സോ മെനി ഇയേഴ്സ്. അതെ ഇഫ് ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ, വാട്ട് ഇസ് ലൈഫ്? എൻ്റെ അറിവിൽ അബിത്ത വളരെ നേരത്തെ കുക്ക് ചെയ്ത് തുടങ്ങി, ആ കൈപുണ്യം ബാക്കിയുള്ളവർ അറിഞ്ഞു തുടങ്ങിയ ഒരാളാണ്. ഈ കുക്കിങ്ങിലോട്ടുള്ള ഒരു പാഷൻ എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കാനുള്ള നമ്മുടെ ഒരു തോന്നൽ, അത് ഏത് സമയത്താണ് തുടങ്ങിയത്? അത് അതെ, കണ്ടുപഠിച്ചതാണോ അതോ? കണ്ട് ഒബ്സർവ് ചെയ്ത് പഠിച്ചിരുന്നു. ഞങ്ങളെയൊക്കെ കാലത്ത് ഞങ്ങൾക്കൊന്നും അങ്ങനെ കിച്ചണിൽ വലിയ അഡ്മിഷൻസ് ഇല്ലായിരുന്നു. ബിക്കോസ് അതൊരു അതൊരു ഒരു ഒരു പർട്ടിക്കുലർ സെർവൻറ്റ് കമ്മ്യൂണിറ്റി തന്നെ അത് കംപ്ലീറ്റ്. നമ്മളൊക്കെ ജോയിൻറ്റ് ഫാമിലി ആയിട്ട് ഉമ്മാൻ്റെ ഉമ്മ അവരൊക്കെ കൂടിയുള്ള വീടുകളായിരുന്നു. അപ്പം അവിടെ വലിയ വലിയ ആൾക്കാർ തന്നെ ഉണ്ട്. നമ്മളെപ്പോലത്തെ കുട്ടികൾക്ക് അതിനുള്ള ഒരു ചാൻസസ് ഇല്ലായിരുന്നു. ബട്ട് ഫിർ ബി ഞാനൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ആയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും. ഈ വൈകുന്നേരം പുട്ടിനുള്ള അരിയൊക്കെ ഇടിച്ച് വെച്ചിട്ടാണ് പോവുക. പുട്ടുപൊടി പാക്കറ്റൊന്നുമല്ല, അരി പൊതിർത്തി അവർ പോകുന്നതിന് മുന്നേ അത് പൊടിച്ച് നാളത്തേക്ക് വറുത്ത് രാവിലത്തെ പുട്ടിന് റെഡിയാക്കി വെക്കും. അപ്പോൾ അവർ ഒലക്കെട്ട് ഇടിക്കും ഈ ഉരലിൽ. അപ്പം ഞാനും പോയി അത് ഇടിക്കുമായിരുന്നു. കൊല്ലത്തിൽ ഒന്നായിട്ട് നെല്ല് കൊണ്ടുവരും. അത് മില്ലിലൊന്നുമല്ല, ഇടിച്ചിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് അരിയാക്കി എടുക്കല. അപ്പോൾ ഈ 4 ആൾ 5 ആളൊക്കെ വലിയ പാട്ട് പാടിയിട്ട് ഉരലിൽ ഇടിക്കും. അപ്പം ചോറ്റരി എന്താ പച്ചരി എന്താന്ന് ഇപ്പം ചോദിച്ചാൽ മിക്ക കുട്ടികൾക്കും അറിയില്ല. അറിയോ? എനിക്ക് പച്ചരി, എനിക്ക് അതിന്റെ നിറ വ്യത്യാസം വെച്ചറിയാം, 2 തരം അരിയാന്നറിയാം. ആ, ഞാൻ അതെങ്ങനെ അങ്ങനെ കണ്ടിട്ടുണ്ട്. ആയതരി? അയ്യോ ഒക്കെ അതറിയില്ല. ഒരു വയലിൽ നിന്ന് വരുന്ന അരി തന്നെയല്ലേ? ആ, ഞാൻ അപ്പം കണ്ടിട്ടുണ്ട് ചെയ്യണതെല്ലാം, ഞങ്ങളുടെ വീടിനടുത്ത് പാടമെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ ഇതെനിക്കറിയില്ല. അറിയില്ല. അപ്പം ഈ പച്ചരി എന്ന് പറയുന്നത് ഹാർഡർ ഓൺ ദ ടെക്സ്ചർ. യാ പുഴുങ്ങലരി എന്ന് പറയുന്നത് പദം കൂടുതലായിരിക്കും. അതിനെ അരച്ചിട്ട് എന്തെങ്കിലും ഒക്കെ ചുടുന്ന സമയത്ത് അത് ഭയങ്കര സ്റ്റിക്കി നേച്ചർ ആയിരിക്കും. അപ്പം എന്ത് ചെയ്യും, കുറച്ച് പച്ചരി ഇടും, കുറച്ച് ചോറ്റരി ഇടും, എന്നിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ആ സോഫ്റ്റ്നെസ് കറക്റ്റ് ചെയ്യും. അതിനാണ് അത് രണ്ടും കൂടെ ചെയ്തോണ്ടിരുന്നത്. അപ്പത്തിന് മുന്നേ ഇല്ലേ, ഇഡ്ലിക്ക് പാവ് കാച്ചുന്നില്ലേ ആ അപ്പത്തിനൊക്കെ, ആ ആ സെൻറ്ററിലുള്ള ആ സ്റ്റിക്കി നേച്ചർ കിട്ടണമെങ്കിൽ ആ ചോറ്റരി അതിൽ വരണം. അല്ലെങ്കിൽ ചിലർ അവിലിടും, ആ അല്ലെങ്കിൽ ചോറ് കൂട്ടി അരയ്ക്കും. ഉം. അപ്പം അതെന്താ, ഈ ഒരു സോഫ്റ്റ്നെസ് ആ സാധനത്തിന് ആവശ്യമുള്ളത് ക്രിയേറ്റ് ചെയ്യാം. ഉം. അപ്പം ഈ ഒരു ബേസിക് വിവരം ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കും നമ്മൾ ശ്രദ്ധിക്കൂലേ? ഉം. ഇത് ചോറ്റരി കൂടുതലായ പശ പോലെയാവും, പച്ചരി കൂടുതലായ വടി പോലെയാവും. അതിനെയൊക്കെ ഒരു പ്രോപ്പർലി 2-1 3-1 എന്നൊക്കെ പറഞ്ഞ് ക്രിയേറ്റ് ചെയ്ത ഡിഷസ് നമ്മൾ ഏജസ്സായിട്ട് പാരമ്പര്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വരിക. പക്ഷെ അതിൻ്റെ ഉള്ളിലെ എസൻസ് ആരും മനസ്സിലാക്കിയിട്ടില്ല. വൈ ആർ വി ഡൂയിങ്? രണ്ടും അരിയല്ലേ? ആ.
അങ്ങനത്തെ ബേസിക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ABCD പഠിച്ചാലേ ആനിമൽ എന്നുള്ളൊരു വേർഡ് എഴുതണമെങ്കിൽ എയും എന്നും എമ്മും ഒക്കെ പഠിക്കണ്ടേ ബേസിക്കലി, വേണം അല്ലേ? വേണം. ഈ കുക്കിങ്ങിൽ വന്നിട്ട് ഒരു ദിവസം കൊണ്ട് ചിക്കൻ കറി ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ആവോ? അപ്പം അതിൻ്റെ പഠിപ്പൊന്നും പഠിക്കണ്ടേ? ആ ആര് പഠിപ്പിച്ചു തന്നെ? എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും കാലമായിട്ട് അറിഞ്ഞില്ല എന്താണ് ചൊറ്റരി, എന്താണ് പച്ചരി എന്നുള്ളത്? അങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞിട്ടും അറിഞ്ഞിട്ടും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അവർക്ക് ഇതിലേക്ക് അങ്ങോട്ട് വരാനുള്ള, അവരെന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അത് ഫ്ലോപ്പ് ആവും. ആ ആ ഫ്ലോപ്പ് ആവാണ്ട് നിൽക്കാനാണ് ഇങ്ങനത്തെ ബേസിക് ലെസൺസ് ഞാൻ യൂട്യൂബിൽ കൂടെ ആൾക്കാർക്ക് പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്യുന്നത്. ബിക്കോസ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണണമെങ്കിൽ മിനിമം 25 മിനിറ്റ്സ് ഇരിക്കണം. ഈ 25 മിനിറ്റ്സ് ഇരുന്നാലും വാട്ട് ആം ഐ ടീച്ചിങ് യു? അതിൻ്റെ ബേസിക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ദാറ്റ് ഈസ് ലോങ് ഫോർ യുവർ ലൈഫ്. മരിക്കണ വരെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അത് ഉൾക്കൊണ്ട് പഠിക്കുകയാണെങ്കിൽ അത് യൂസ്ഫുൾ ആവും ഫോർ എവറി കറി. മനസ്സിലായ? അത്രയും പെയിൻ എടുത്തിട്ടാണ് ഞാനൊരു വീഡിയോ ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ദിസ് ഈസ് വൈ ഐ എം ആക്സെപ്റ്റഡ് ആസ് എ ഷെഫ് ഓർ എ ഹോം ഷെഫ്. അല്ലാണ്ട് ഞാൻ ടെക്നിക്കലി ഒരു സ്കൂളിലും പോയിട്ട് പഠിച്ചതല്ല. വീട്ടിൽ നിന്നാണ് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങി, ഞാൻ തന്നെ ഒബ്സർവ് ചെയ്ത്, ഞാൻ തന്നെ മനസ്സിലാക്കി. എനിക്കിപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് ഞാൻ ചോദിക്കും. അങ്ങനെ പഠിച്ച് വന്നതാ. പാരമ്പര്യമായി കൈമാറുന്ന റെസിപ്പികൾ, പാരമ്പര്യമായി കൈമാറുന്ന രുചികൾ, അങ്ങനെ ശരിക്കും വീട്ടിൽ പാരമ്പര്യമായിട്ടുള്ള രുചികൾ അത് ഗാർഡ് ചെയ്തിട്ടുള്ള ലൈക്ക് ആ വീടിന് മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പികൾ അങ്ങനത്തെ ഉണ്ടോ? ഉണ്ട്, വളരെ വളരെ ഉണ്ട്. അതിനിപ്പം നിങ്ങൾ ചോദിക്കും, എന്തെങ്കിലും എൻ്റെ അടുത്ത് വന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഈ റെസിപ്പി എങ്ങനെയാ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും ഇതിങ്ങനെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. അതില്ല, അത് മാത്രമല്ല, നിങ്ങൾ എന്തൊക്കെ ഒളിപ്പിച്ച് വെക്കുക. അത് എത്ര പറഞ്ഞാലും അവർക്കത് വിശ്വാസമില്ല. എനിക്കൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ട്, ഒരു കക്കത്തിൽ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അതിലൊന്നുമില്ല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അത് മാത്രം ഇട്ടിട്ട് വേവിക്കും. അത് കഴിഞ്ഞിട്ട് അതിന് കുറച്ച് വെളിച്ചെണ്ണ കൊടുത്തിട്ട് അത് കട്ടിയാക്കി എടുത്തിട്ട് ഒരു സോസി ടെക്സ്ചറായിട്ടാണ് ഈ കക്കത്തിൽ എന്ന് പറയുന്നതിൻ്റെ ടെക്സ്ചർ. ഈ ഒരു ടെക്സ്ചർ അവരോട് പറഞ്ഞാൽ പറയില്ലല്ല, എന്തൊക്കെയോ ഉണ്ട് അതിൻ്റെ അകത്ത്. ഐ ഡോണ്ട് നോ, ഇറ്റ്സ് എ സോർട്ട് ഓഫ് മാജിക് ഇൻ ദാറ്റ് എന്നാണ്. അതൊന്നുമല്ല, അത് നമ്മൾക്ക് പല ജാതി പാത്രങ്ങളുണ്ട്. പിച്ചള ഉപയോഗിക്കുന്നിടത്ത് പിച്ചള ഉപയോഗിക്കണം. പിച്ചള ചെമ്പിൻ്റെ അകത്ത് ഈയം പൂശിയിട്ട് ഉള്ള ചെമ്പുണ്ട്, ചീനച്ചട്ടി ഉണ്ട്, നിങ്ങൾ അപ്പെല്ലാം ഉണ്ടാക്കുന്ന ചീനച്ചട്ടി ഉണ്ട്, മണ്ണിൻ്റെ ചട്ടി ഉണ്ട്, പിന്നെ കുടുക്ക, ഇങ്ങനെ പല പാത്രങ്ങളും നമുക്കുണ്ട്. നമ്മൾ ഓരോ സാധനവും ഉണ്ടാക്കേണ്ടതായ പാത്രങ്ങൾ നമ്മൾ അതിന് ഉപയോഗിക്കണം. ഇതിപ്പെല്ലാം നോൺ സ്റ്റിക്കിലാണല്ലോ നമ്മൾ എല്ലാ സാധനവും കൂടെ ചേർത്തിട്ട്. അത് നോൺ സ്റ്റിക്കി എന്നാണ് നോൺ സ്റ്റിക്ക് എന്ന് പറയുന്നത്. മേ ബി എപ്പോഴെങ്കിലും നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുക. സംതിങ് വിച്ച് യു ഫീൽ ഇസ് ഗെറ്റിംഗ് സ്റ്റക്ക്, അതിന് മാത്രമേ നോൺ സ്റ്റിക്കിൻ്റെ ആവശ്യമുള്ളൂ. ഈ സാധാരണ നമ്മൾ എത്ര ഫ്രിക്ഷൻ ഉണ്ട് ഒരു പാത്രത്തിൽ, നമ്മൾ ഒരു ചട്ടകം കൊണ്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ലൈക്ക് ഒരു ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം വൺ മെറ്റൽ ആൻഡ് അതർ മെറ്റൽ കൊറോഷൻ നടക്കുന്നുണ്ട്, ഇല്ലേ? ഉണ്ട് ഉണ്ട്. അപ്പം അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പം അതെല്ലാം ആലോചിച്ചിട്ട് ഉണ്ടാക്കിയ ജാതി പാത്രങ്ങളാണ് വാട്ട് ആ പൂർവികർ വാസ് യൂസിങ്. ആൻഡ് വാട്ട് ഹസ് ടു ബി യൂസ് ഫിഷ്. ഇപ്പം ചെമ്പിൻ്റെ അകത്ത് പാല് കാച്ചൂല. ഉരുളി എല്ലാവർക്കും ഇപ്പോൾ ഭയങ്കര കാര്യമാണ്. ഉരുളിയിൽ ഞാൻ ഉണ്ടാക്കി. ഉരുളി വിരുദ്ധാണ് മിക്ക കാര്യങ്ങൾക്കും. ഇറ്റ്സ് എ മെറ്റൽ, ബിക്കോസ് ഉരുളി ഈസ് എ കാസ്റ്റിംഗ് ഓഫ് ടു മെറ്റൽസ് ടുഗെദർ. And when you heat it up, any metal will get reacted. ഇഞ്ചി ഇട്ട് കഴിഞ്ഞ് ഉരുളിയിൽ ചിലപ്പോൾ പുളി അധികമായി കഴിഞ്ഞാൽ കഴിക്കും. പുളി ഇട്ടിട്ട് എന്തെങ്കിലും ഇതിലുണ്ടാക്കി ഉരുളിയിലിട്ട് കഴിഞ്ഞാൽ ഒരു കയ്പടിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ മീൻകറി പറ്റൂല. ഇല്ല, മീൻകറി പറ്റൂല. മൺചട്ടി വേണം. പുളി ഉണ്ടല്ലോ മീൻകറിയില്, മോര്, തൈര്, അതൊന്നും ഇടാൻ പാടില്ല. ആൻഡ് ഇപ്പോഴത്തെ ഉരുളികളെല്ലാം വരുന്നത് ദേ ആർ ഓൾ ഫാഷനബിൾ വൺസ് വിച്ച് ആർ കംപ്രസ്ഡ് അണ്ടർ മെഷീനറി വിത്ത് വാട്ട് ഇസ് ദ ഒറിജിനൽ മെറ്റൽ എന്നുള്ളത് അറിയില്ല. ആ ഉരുളി എന്ന് പറയുന്ന പാത്രത്തിന് ഒരുപാട് ഇതുണ്ട്, അതിനൊരു പുണ്യതകളുണ്ട് അതിൻ്റെ അകത്ത്. ആ ഉരുളിയിൽ ഉണ്ടാക്കേണ്ട സാധനങ്ങൾ ഉരുളി തന്നെ ഉണ്ടാക്കണം. അപ്പോൾ പാത്രങ്ങൾ വാങ്ങി കളക്ട് ചെയ്യാന്നല്ല, വാങ്ങി കളക്ട് ചെയ്ത് അതിലുണ്ടാക്കുമ്പോൾ നമ്മൾ ആ പാത്രത്തെ പറ്റി പഠിക്കുകയും വേണം. ഈ ചീനച്ചട്ടി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സോർട്ട് ഓഫ് കാസ്റ്റ് അയൺ, ഇറ്റ്സ് നോട്ട് ഇരുമ്പ്. ഇരുമ്പ് മാത്രമാവുമ്പം അത്
ഇറ്റ്സ് എ ഡിഫറെൻറ്റ് വെസൽ ആസ് സച്ച്. ഇത് കാസ്റ്റാ, ഇതൊരു പൂയും ഇരുമ്പും കൂടി ഉരുക്കിയിട്ട് ചൈനക്കാരിൽ നിന്ന് നമുക്ക് കിട്ടിയതാ. ഈ ചൈനീസ് വോക്ക് എന്ന് പറയുന്നില്ലേ, വോക്ക്, ഇറ്റ്സ് എ സോർട്ട് ഓഫ് മെറ്റൽ, ഇതാ കാസ്റ്റാ. അപ്പൊ ആ കാസ്റ്റിൽ ഉണ്ടാക്കുമ്പോൾ ഒരു ടെക്സ്ചർ കിട്ടാനുണ്ട് ലിക്വിഡ് ഗ്രേവിക്ക്. ആ ഗ്രേവി നമുക്ക് ഇഷ്ടാവില്ല, നല്ല സോസി ഗ്രേവി ആണെങ്കിൽ. ഹോട്ടലിലെല്ലാം പോയി കഴിഞ്ഞാൽ എന്താ അവിടുത്തെ ഫുഡ് ഇഷ്ടാവുന്നത്? സിസ്റ്റം ഓഫ് കുക്കിംഗ് സെയിമാ. ഇവരെന്താക്കൂ, ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്ന് മിക്സിയിലിട്ട് അടിക്കും. ആ ഗ്രേവിയിലാണ് പിന്നെ പ്രോട്ടീൻ ഇട്ടിട്ട് തരുന്നത്. അപ്പോൾ യു തിങ്ക് ദറ്റ് ഇസ് സംതിങ് വെരി ഡിഫറെൻറ്റ് വാട്ട് യു ആർ ഈറ്റിംഗ് എല്ലാ ദിവസവും വീട്ടിലുണ്ടാക്കുന്നതിനെക്കാട്ടിയും. അപ്പം ആ ഒരു ടെക്സ്ചറിലേക്ക് കൊണ്ടുവരിക. നേരെ മറിച്ച് നമ്മൾ അതേ സാധനം നമ്മൾ ചീഞ്ചട്ടിയിലിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ടെക്സ്ചറിലേക്ക് വരും. ഇപ്പം ഈ ബീഫൊക്കെ വരട്ടൂലേ ഉള്ളിയൊക്കെ ഇട്ടിട്ട്, അപ്പം നമ്മൾ കുക്കറിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ടെക്സ്ചർ കിട്ടൂല. കുക്ക് ചെയ്യാൻ വേണ്ടി അതിൽ കുക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ ചീനച്ചട്ടിയിലിട്ടിട്ട് കുറേ നേരം ഇങ്ങനെ മെല്ലെ മെല്ലെ ഇളക്കി ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ടെക്സ്ചർ വ്യത്യാസം വരും. എന്ന് പറഞ്ഞാൽ മീറ്റ് പീസസ് മാത്രം നിൽക്കും, നമ്മളെ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും എല്ലാം നല്ല സോസി ആയിട്ട് ഇങ്ങോട്ട് വരും. അപ്പം അതാണ് പാത്രങ്ങളുടെ ഇമ്പോർട്ടൻസ്. മീൻകറി വെച്ചാൽ പോസ് ഉണ്ട് അതിനകത്ത് അല്ലേ, ചട്ടിയിൽ മണ്ണല്ലേ, അതുകൊണ്ടല്ലേ മീൻകറി ചട്ടിയിൽ വെക്കുന്നത്. മീൻകറി നിൽക്കും, കൂടുതൽ സമയം നിൽക്കും. ഉറിയിലാക്കിയിട്ട് കെട്ടിത്തൂക്കി വെക്കുമായിരുന്നു പണ്ടൊക്കെ മീൻകറി. അതൊക്കെ അതിൻ്റെതായ ആ പാത്രങ്ങൾ ഉപയോഗിക്കണം, അല്ലാണ്ട് ഈ ക്വാളിറ്റീസ് ഒന്നും കിട്ടും.